വളരെ കണ്ണുനീർ മഹിക്കുവാൻ മന്നവൻ വന്നു, കന്യകമേരിയ നമ്മല തന്നിൽ കല്ലുടാവുന്നതിലാ. Uncle is like my father to me. His youngest daughter, Sapna Matthew, was my classmate. I met Sapna when I was doing my 11th and 12th in Bangalore, in Koramangala. We went to the same college. And then after that, when Sapna moved here, I met Sapna and reconnected back. And since then, I've become very close to Uncle. Uncle is just like my father. I don't have my father. He's passed away about 10 years ago. So every time I meet Uncle, he reminds me of father. Thank you so much. One more second. When was the last time you met Uncle? Last year. 1 year. Oh, he often come here. Okay, I okay. try to meet Uncle every time he Okay, comes. thank you so I much. make it a point to stop, even if it's 2 minutes. Thank you. എൻ്റെ പേര് PC വർഗീസ് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള നിയമം. എന്നെ വിളിക്കുന്നത് അനിയൻ എന്നാണ്. ഞാൻ പിന്നെ ഒരു എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് ആ വഴിയിൽ എൻ്റെ പേര് അനിയൻ പെരുന്തുരുത്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ജനിച്ചത് 1942 നവംബർ 2-ാം തീയതി. പരിമള തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഇപ്പോൾ ഈ കാലയളവിൽ ഞാൻ ഒരു വർഷം CSI സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ പെരുന്തുരുത്തിലാണ്. എൻ്റെ സ്വദേശം പെരുന്തുരുത്തിയാണ്. തിരുവല്ലയിൽ പെരുന്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ 4 വശവും വെള്ളവും ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപ് മാതിരിയുള്ള ഒരു സ്ഥലമാണ് ഈ പെരുന്തുരുത്തി എന്ന് പറയുന്നത്. അധികം വീടുകളൊന്നുമില്ല, കുറേ വീടുകളൊക്കെ ഉള്ളൂ. ഒരു CSIക്കാരുടെ ഒരു പള്ളിയുണ്ട്. അവിടെയാണ് ഞങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിച്ചത്. ആദ്യം ഞങ്ങൾ മുത്തൂർ കട്ടപ്പുറത്ത് പള്ളി, പാലിക്കര ഇടവൊക്കെയാണ് ഞങ്ങളുടെ കുടുംബ പള്ളി. അത് കഴിഞ്ഞ് കട്ടപ്പുറത്ത് പള്ളിയിലേക്ക് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് മുത്തൂറ്റ് പള്ളിയായപ്പോൾ ഞങ്ങൾ മുത്തൂറ്റ് പള്ളിയിലേക്ക് വന്നു. ഞാൻ 2-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ 1-ാം ക്ലാസ് ഞാൻ CSI സ്കൂളിലാണ് പഠിച്ചത്. 2, 3, 4 ക്ലാസ്സുകളിൽ ഞാൻ മുത്തൂറ്റ് LP സ്കൂളിലാണ്, ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇരുവള്ളിപ്പുറ വന്ന് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെയാണ് പഠിച്ചത്. അത് മിസ്റ്റർ പോളച്ചെറുക്കൽ വീട്ടുപേര് പോളച്ചെറുക്കലാണ്. പോളച്ചെറുക്കൽ വീട്ടിലാണ് ഞാൻ നിന്ന് പഠിച്ചത്. സെൻറ്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ മിഡിൽ സ്കൂൾ കാലം കഴിഞ്ഞത്. അവിടെ ഒരു ചെറിയ വഴക്കുണ്ടായത് കാരണം എന്നെ അവിടുന്ന് പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ PK വർഗീസ് സാറിൻ്റെ എന്നെ നോക്കിയ ആൾ PK വർഗീസ് സാറിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. പുള്ളി ചെങ്കപ്പാറ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ചുമ്മാ അമ്മ അവിടെ വീട്ടിലായിരുന്നു. 2 പെൺമക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ കൂടെ ഞാൻ 10-ാം ക്ലാസ് വരെ അവരുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവിടുന്ന് തന്നെ അവരുടെ ആങ്ങളെ ഒരാൾ PO കോശി എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പെരുന്തുരുത്തി വരുമ്പോഴൊക്കെ പറയും, നിൻ്റെ മക്കളെ പഠിപ്പീരി, ഞാൻ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ നിനക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ അരികെ കൊണ്ടുവിടാം. അങ്ങനെയാണ് ഞാൻ തിരുമൂലപുരത്ത് പോയത്. ഞാൻ സെൻറ്റ് മേരീസിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് LP സ്കൂളിൽ 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 8-ാം ക്ലാസ്സിൽ ഞാൻ ഇരുവള്ളിപ്പുറ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് 10-ാം ക്ലാസ് പാസ്സായി. അവിടുന്ന് 2 വർഷം അവിടെ നിന്നു. അത് കഴിഞ്ഞ് 63-ൽ ഞാൻ 1963 മെയ് 1-ാം തീയതി ഞാൻ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം PO കോശി എന്ന് പറയുന്ന പോളച്ചെറുക്കൽ PO കോശി എന്ന് പറയുന്ന ആളിന് അവിടെ 2 ഹോട്ടലുകളുണ്ടായിരുന്നു, ഒരു ബേക്കറി ഉണ്ടായിരുന്നു, പിന്നെ നെസ്കഫയുടെ സെയിൽസ് ഏജൻസി ഉണ്ടായിരുന്നു, ഒരു പെട്രോൾ പങ്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജ്യേഷ്ഠൻ അവിടെ ജോലിയുള്ളത് കൊണ്ട് എനിക്ക് അവിടെ ജോലി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്നെ ബോഷ് കമ്പനിയിൽ കൊണ്ട് ആക്കി. ആദ്യം എന്നെ കൊണ്ടുപോയത് കോയി സാറിൻ്റെ മകനാണ്.
മകൻ കൊണ്ടുപോയി. അന്ന് എനിക്ക് സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പം കുക്കിയോ കോച്ചി എന്ന് പറയുന്ന ആളിനെ കാണാനായിട്ട് പോയി. എന്നെ ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടിയില്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ ജോലി കിട്ടിയില്ലയോ എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് കാറെ കയറ്റി എന്നെ ബോഷ് കമ്പനിയിലെ ഡയറക്ടർ DN ബാച്ചയുടെ അരികിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് പറഞ്ഞു, വായിച്ച് നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് എന്നെ ആക്കി. അങ്ങനെ അവിടെ 1963 മെയ് മാസം 21-ാം തീയതി ഞാൻ അവിടുത്തെ കമ്പനിയിൽ ജോലിയിൽ അപ്പോയിൻമെൻ്റായി. ഞാൻ എൻ്റെ സർഫേസ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എനിക്ക് ആദ്യം ജോലി, ഇലക്ട്രോപ്ലേറ്റിംഗ്. 7 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫോർമനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ കൂടെ ഞങ്ങൾ ഒരു 5-6 പേരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ബാക്കി 30 വർഷക്കാലം ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്തത്. ഇതിനിടയിൽ ഇതിനിടയിൽ എൻ്റെ പെങ്ങളുടെ 2 വർഷം എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരുന്നു. ആ സ്ഥലം തിരിച്ച് ഞാൻ മേടിച്ചു. ആ സ്ഥലത്ത് അവിടെ ഒരു ചെറിയ വീട് വെച്ച് താമസമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ 1970 ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ച് തൊടുപുഴയുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലെ വൈഫ് ഇവിടെ ബാംഗ്ലൂരിലല്ലായിരുന്നു അന്ന് ജോലി റൈച്ചൂറിലായിരുന്നു. റൈച്ചൂറിൽ ജോലി കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു. ചെറിയൊരു വീട്ടിലാണ് താമസിച്ചു, വാടകയ്ക്ക് താമസിച്ചു 5-6 വർഷം. ആ ചെറിയ വീട്ടിലാണ് എനിക്ക് 3 മക്കളുണ്ടായത്. മൂത്ത മോളുടെ പേര് ശോഭ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ മോൾ സ്വപ്നയാണ്. മൂന്നാമത്തെ മോന് അലക്സാണ്ടറാണ്. അവർ 3 പേരെയും നല്ലവണ്ണം പഠിപ്പിച്ച് മൂത്ത മോളെ മാസ്റ്റർ ഫാർമസി വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് സിംഗപ്പൂരിലായിരുന്നു. അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് അവർ അമേരിക്കയിൽ വന്ന് സെറ്റിലായി. പിന്നെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചത് ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛനായിരുന്നു. അച്ഛന് 2-3 സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് അട്ടപ്പാടി കോയമ്പത്തൂർ അവിടെ എല്ലാം ജോലി ചെയ്തു. പിന്നെ അച്ഛൻ അവിടുന്ന് അമേരിക്കയിൽ വന്നു. അങ്ങനെ പിന്നെ മോളും ഇവിടെ വരാനിടയായി. അവർക്ക് 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരു ആണുമാണ്. മൂത്ത മോൾ ശോഭയ്ക്കും ഒരു ആണും ഒരു പെണ്ണും ആണ്. മോന് ഒരു മോള് മാത്രമേ ഉള്ളൂ. മോനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ബോംബെയിലായിരുന്നു ജോലി. അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് ഷാർജയിൽ പോയി. ഷാർജയും ദുബായ്, അബുദാബി, ഇന്തോനേഷ്യ ഇന്നിപ്പം കുവൈറ്റിലാണ്. കുവൈറ്റിലെ ഇപ്പം മൊബാസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ എൻ്റെ 20ാമത്തെ വിദേശ യാത്രയാണ് ഇത്. അമേരിക്കയിൽ തന്നെ ഞാൻ 15ാമത്തെ പ്രാവശ്യമാണ് യാത്ര ചെയ്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 84 ബിൽഡിങ്സ് ഓൾ ഓവർ ദ ബാംഗ്ലൂരിൽ പണിയിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പണിയിച്ചതെല്ലാം ഒരുപാട് പൈസയുള്ളവരുടെ ഒന്നുമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള കാശ് മേടിച്ചിട്ട് അവർക്ക് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞ് അവർ മാസം കുറേശ്ശെ ഇങ്ങനെ തന്ന് അങ്ങനെയാണ് 2-3 പാർട്ടികൾക്ക് ഞാൻ വീട് ഇച്ചിരി പൈസ ഉള്ളവർക്ക് വേണ്ടി ചെയ്തു. അവരെനിക്ക് കുറച്ച് പൈസ കുറേശ്ശെ തരാതെ വന്നു. അങ്ങനെ ഒക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് മക്കൾ 2 പേരും അമേരിക്കയിലായപ്പോൾ അമേരിക്കയിലേക്ക് യാത്ര തുടങ്ങി. 2001 ഞാൻ ബോഷ് കമ്പനിയിൽ 37 വർഷം ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർഡായി.
അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം 6 മാസം അവിടെയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസം. അമേരിക്കയിൽ വന്നിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. ആദ്യത്തെ എൻ്റെ നോവല് അമ്മക്കടൽ എന്ന് പറയുന്ന നോവലാണ്. അത് അവാന്തി പബ്ലിക്കേഷനാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞ ഒരു പോയിക എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് കഴിഞ്ഞ് മേരിക്കുട്ടി എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് കാലപ്രവാഹം എന്നും പറഞ്ഞൊന്ന് എഴുതി. പിന്നെ ആളികപ്പുറത്ത് മത്തായി എഴുതി. അത് കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യൻ യാത്ര, പിന്നെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 8ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ എഴുതി കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് എൻ്റെ ജീവചരിത്രം എഴുതണമെന്നും പറഞ്ഞ് അവർ നിർബന്ധിച്ച് ഞാനിപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എഴുതാനൊക്കെ എനിക്കിപ്പോൾ ഈ 84ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. എഴുതാനൊക്കെ ഇച്ചിരി സ്പീഡിൽ എഴുതാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അപ്പം മെല്ലെ ഒരു ദിവസം ഒരു 4-5 പേജ് എഴുതി അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 20ാമത്തെ വിദേശ യാത്രയാണ് ഇത്. US തന്നെ 15ാമത്തെ പ്രാവശ്യം. താങ്ക് യു സോ മച്ച് അച്ഛൻ. കുറച്ചുകൂടെ വിവരങ്ങൾ ഞാൻ ചോദിക്കാം, അപ്പം പറയാം. താങ്ക് യു. ഇനി എൻ്റെ ചെറുപ്പം പറയുകയാണ്. ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ കാര്യം പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും വല്യപ്പന്മാർ ഭയങ്കര കൊപ്ര ബിസിനസ്സുകാരായിരുന്നു. അവർ കുറവല്ലങ്ങാട്ടു നിന്ന് വന്ന് അമിച്ചേരിയിൽ വന്നവരാണ്. ആക്ച്വലി ഞങ്ങളുടെ കുടുംബ പേരെന്ന് പറയുന്നത് കല്ലുപരയ്ക്കൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ഒരു സഹോദരൻ 6 സഹോദരന്മാർ കുറവല്ലങ്ങാട്ടു നിന്ന് അമിച്ചേരിയിലേക്ക് വന്നു. അതിലൊരാൾ പുത്തൂപ്പറമ്പെന്ന് പറയുന്ന വീട് ബാലിയക്കര പള്ളിയുടെ അടുത്തുള്ള പുത്തൂപ്പറമ്പിലേക്ക് ദത്ത് കയറി. അങ്ങനെയാണ് ഞങ്ങൾ പുത്തൂപ്പറമ്പെന്നുള്ള പേര് വന്നത്. ആക്ച്വലി ഞങ്ങളുടെ കുടുംബ പേര് കല്ലുപരയ്ക്കൽ എന്നാണ്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം എൻ്റെ അപ്പന് വല്യപ്പന്മാർ കച്ചവടക്കാരായിരുന്നു. അവർ 2 പ്രാവശ്യം പാണ്ടിപ്പറയിൽ പിടിച്ച് അവരുടെ പണമെല്ലാം നഷ്ടമായി, അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് അവർ ഒന്നും ഇല്ലാത്തവരായിപ്പോയി. അങ്ങനെ പിന്നെ എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങന്മാരെ എല്ലാവരെയും അപ്പന് വല്യപ്പന്മാരുള്ളപ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ എൻ്റെ അപ്പനും ഒരനിയനും ഒരു പെങ്ങളുമാണ് ബാക്കി ശേഷിച്ചതും. അവസാനം ഞങ്ങളുടെ 55 ഇങ്ങനെ 4 പ്ലോട്ടായിട്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം 55 സെൻറ്റ്. അതെല്ലാം ഞങ്ങളുടെ ഒരു കസിനായിരുന്നു ഈ പുത്തുപ്പറമ്പിലെ PT തോമസ് സാറിൻ്റെ അപ്പൻ തോമസ്. അദ്ദേഹത്തിനാണ് വിറ്റത്. അന്നത്തെ കാലത്ത് പുള്ളിയായിരുന്നു ഇച്ചിരി കാശുമൊക്കെ ഉള്ള പുള്ളിയെ. പിന്നെ സ്വന്തക്കാരനും ആയതുകൊണ്ട് ആ പുള്ളിക്കാരനാണ് ഈ സ്ഥലങ്ങളെല്ലാം കൊടുത്തത്. അവസാനം ഞങ്ങൾക്ക് ശേഷിച്ചത് 14 സെൻറ്റ് സ്ഥലമാണ്. 14 സെൻറ്റ് സ്ഥലമായപ്പം വല്യപ്പന്മാർ കൂടെ ജോലി ചെയ്ത ഒരാളായിരുന്നു കുഞ്ഞുകുട്ടിച്ചേട്ടൻ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വാണിയപ്പുരയ്ക്കൽ. അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല വല്യപ്പന്മാർക്ക്. അപ്പോൾ അതിൽ 5 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന 9 സെൻറ്റ് സ്ഥലവും ഒരു വീടും മാത്രമാണ് ഞങ്ങൾക്ക് അവശേഷിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പന മൂത്ത ആള് അപ്പൻ വല്യപ്പന്മാർ ആദ്യത്തെ കെട്ടിൽ ഒരു മോനുണ്ടായിരുന്നു. അദ്ദേഹം വേറെയായിരുന്നു. ഈ സ്ഥലം വിറ്റപ്പം മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ച ഒരു ആർമിക്കാരനായിരുന്നു. അവർ തിരുലായി താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ കൂടെ ആയിരുന്നു ഒരു സഹോദരനുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അപ്പനാ മൂത്തത്, ഇളയതാണ് അമ്മാപ്പൻ. പിന്നെ ഇപ്പോൾ ഒരു പെങ്ങളുണ്ടായിരുന്നു കെട്ടിക്കാനുള്ളത്. ആ പെങ്ങളെ കൂടെ കെട്ടിക്കാൻ ഉള്ള മാർഗം ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ആ സ്ഥലം വിൽക്കേണ്ടതായിട്ട് വന്നു. ആ സ്ഥലം വിറ്റ് 300 രൂപ കൊടുത്ത് പെങ്ങളെ കെട്ടിച്ചു. അത് കഴിഞ്ഞപ്പം ആദ്യത്തെ കെട്ടിലെ മകനെ അവകാശം ചോദിച്ചു വന്നു. അദ്ദേഹത്തിനും 300 രൂപ കൊടുത്തു. പിന്നെ ഇളയ മകൻ്റെ വീതമായിട്ട് 300 രൂപ അദ്ദേഹത്തിനും കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഏത് വർഷമായിരിക്കും ഓർമ്മയുണ്ടോ? വർഷം പറയാം. 1938, 1938, 38, 40
അന്നേരം അച്ഛനൊരു 5-6 വയസ്സ്. ഇല്ല ഞാൻ 42-ലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ കല്യാണം നടക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കല്യാണം നടക്കുന്ന എൻ്റെ അമ്മയുടെ വീട് പാണ്ടനാട്ടിൽ തോട്ട് കണ്ടത്തിൽ ഗീവറിച്ചൻ്റെ മോളാണ് എൻ്റെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയുടെ അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരും ഇച്ചിരി പാപ്പരായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ അമ്മയുടെ കല്യാണം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഒരു കല്യാണം ആലോചിച്ചു. അപ്പോൾ അതൊരു 2ാം കെട്ടുകാരനായിരുന്നു. അപ്പം പെരുന്തുരുത്തിലെ കൊച്ചിനുണ്ണിക്ക് കല്യാണം പറഞ്ഞപ്പം കൊച്ചിനുണ്ണി ഇച്ചിരി കുടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് കാരണം ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പം അമ്മ അപ്പനോട് പറഞ്ഞു, എന്നെ 2ാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ ചാടിച്ചാവും, അതുകൊണ്ട് കള്ളുകുടിനാണേലും തിരുവല്ലായിലെ കൊച്ചിനുണ്ണിയെ മതിയെന്നും പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ അപ്പൻ്റെ കല്യാണം നടന്നത്. അത് പിന്നെ കല്യാണം എല്ലാം നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരു മോനുണ്ടായി. ആ മോന് ഇച്ചിരി പഠിക്കാനുമൊക്കെ ഇച്ചിരി ഇതായിരുന്നു. അദ്ദേഹം പിന്നെ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 3ാം ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞ് പിന്നെ പള്ളിക്കൂടത്തിൽ പോകത്തില്ല. അങ്ങനെയുള്ള ഒരു നേച്ചറായി. പിന്നെ ഈ P.O. കോശി എന്ന് പറയുന്ന ആൾ ഞങ്ങൾക്ക് ഇച്ചിരി പരിചയമുണ്ട്. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ ബിസിനസ്സൊക്കെ ഉള്ളപ്പം വരുന്ന വഴി ഞങ്ങളുടെ വീട്ടിൽ കയറും. അമ്മയെ കണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തയച്ചേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ മോനിങ്ങനെ പഠിക്കാതെ നിൽക്കുന്ന കാരണം എൻ്റെ പെങ്ങളുടെ അരികെ കൊണ്ടുവിടാൻ പറഞ്ഞ് തിരുമൂലപുരത്ത്. അവിടെ കൊണ്ടുവിട്ട് അവിടുന്ന് 2 വർഷം അവിടെ നിന്ന് ഇവർ വന്നപ്പം ബാംഗ്ലൂരിലേക്ക് അവർ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ അവിടെ ചെന്നപ്പോൾ, എടി നിനക്ക് 4-5 മക്കളല്ലേ, എനിക്ക് ആമക്കളാരുമില്ല, എനിക്ക് ഒരു മോനെ ഞാൻ പഠിപ്പിച്ച് ജോലി മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് അപ്പനോട് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ആക്കി. അവിടെ 4ാം ക്ലാസ് തൊട്ട് ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. 9 വയസ്സുണ്ടോ? 9 വയസ്സല്ലേ? അന്നേരം എനിക്കില്ലല്ല, എന്നെ 8ാമത്തെ വയസ്സിലാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്നത്. 8ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ CSI സ്കൂളിൽ 1 വർഷം പഠിച്ചു. അത് ബാംഗ്ലൂരാണോ? അല്ലല്ല, അത് പെരുന്തുരുത്തി. അത് കഴിഞ്ഞ് പിന്നെ മുത്തൂർ LP സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ ഇരുവള്ളിപ്പുറ സെൻറ്റ് മേരീസ് മിഡിൽ സ്കൂളിൽ വന്ന് ചേർന്നത്. അന്നൊക്കെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് സാർമാരൊക്കെ പ്രൈമറി സ്കൂളിൽ അങ്ങനെ അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കണക്കും ഭാഷയും മാത്രമേ ഉള്ളത് മെയിനായിട്ടുള്ളത്. പിന്നെ 10ാം ക്ലാസ് ഹൈസ്കൂൾ ലെവലിൽ വരുമ്പോഴാണ് പിന്നെ ചരിത്രവും അതും എല്ലാം വരുന്നത്. അതുവരെ പിന്നെ സാർമാരൊക്കെ ആ കാലത്ത് എങ്ങനെയായിരുന്നു? ഉടുപ്പൊക്കെ ഇട്ടുവരുന്ന സാർമാരായിരുന്നു അതോ? സാർമാരെല്ലാം നല്ല ഡ്രസ്സിലേ വരത്തുള്ളൂ, നല്ല മുണ്ടും നല്ല ഇതുമായിട്ട് വരത്തുള്ളൂ. പക്ഷേ നാട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു കൈലിയും തോർത്തൊക്കെ എടുത്തല്ലേ പോവാറുള്ളൂ. പക്ഷെ അവര് സ്കൂളിൽ വരുന്ന സാറന്മാരെല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലേഡി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ലേഡീസ് ടീച്ചേഴ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ലേഡീസ് ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ക്ലാസ്സിൽ എത്ര പേരൊക്കെ കാണുമെന്ന് ഒരു ഓർമ്മ? അന്നത്തെ കണക്കനുസരിച്ച് 35 പേരാണ്, 40 പേരാണ് ഒരു ക്ലാസ്സിൽ. 40. അപ്പം എത്ര ക്ലാസ് വരെയുള്ള സ്കൂളായിരുന്നു അത്? ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ ഒരു വലിയ ഹാളിനകത്ത് ഒരു സൈഡിൽ പെൺപിള്ളേരും ഒരു സൈഡിൽ ആൺപിള്ളേരുമായിട്ടാണ് കൂടി വന്ന ഒരു 35-40 പേര് കാണും ഒരു ക്ലാസ്സിലുണ്ട്. അങ്ങനെ 5 ഡിവിഷൻ. എത്ര ഡിവിഷൻ? 5 വരെ ഉണ്ട്. അപ്പം ഒരു 120 പിള്ളേരുണ്ട് അവിടെ. അത് ചിലപ്പോൾ ഡിവിഷൻ 2 കാണും. 1ാം ക്ലാസ് 2 കാണും, 2ാം ക്ലാസ് 2 കാണും. കുട്ടികളുള്ള സമയമാണ്, പിള്ളേരുള്ള സമയം. സ്കൂളിന് നല്ല പേരുള്ള സമയമാണ്. അത് 5ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഹൈസ്കൂളുണ്ട്. അവിടോട്ട് ആ പിള്ളേരെല്ലാം. അതായത് സ്കൂളാ? NSS പെരുന്തുരുത്തി. മുത്തൂർ. അപ്പോൾ സിരുവില കവലയോട് അടുത്തു അല്ലേ? അല്ല, 1 മൈലുണ്ട്. 1 മൈലൂടെ പോയാൽ കവലയായി. ഓക്കെ. അങ്ങനെ ആ കാലത്ത് രാവിലെ 10 മണിക്ക് പോയാൽ മതി, അതോ 8 മണിക്ക്? 10 മണി 10 മണി. ഞങ്ങൾ രാവിലെ വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ട്, മാങ്ങായും കീങ്ങായും ഒക്കെ പറിച്ച് ചാണകമൊക്കെ വാരി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. രാവിലെ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും രാവിലെയാണ്. 3-നും 4-നും 5-നും ഒക്കെ ഉച്ച കഴിഞ്ഞ അങ്ങനായിരുന്നു.
ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ ചേട്ടന് ചേട്ടന് വരുമ്പം ചേട്ടൻ്റെ ഷർട്ട് മേടിച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു ഷർട്ടേ കാണത്തുള്ളൂ. പന്നിക്കഴി പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറും. ചേട്ടൻ്റെ ഷർട്ട് എനിക്ക് തരും. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. അത്ര സമ്പന്നരായിട്ടുള്ളതിൽ വളരെ കുറവാണല്ലോ. അന്നത്തെ സ്കൂളുകളിലെ ക്ലാസ്സിൽ പഠിപ്പീര് മാത്രമേ ഉള്ളൂ, അതോ നമുക്ക് ഡ്രില്ലോ ഒക്കെ രാവിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വല്ല ഓർമ്മ? പ്രാർത്ഥനയൊന്നുമില്ല, നമ്മുടെ ദേശീയ ഗാനം പാടും രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കൂളിൻ്റെ ഒരു ഗാനം അവസാനം പാടും തീരുമ്പോൾ, അത്രയേ ഉള്ളൂ. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നും അങ്ങനെ ഉള്ള ക്ലാസ്സുകളൊന്നുമല്ല. സിലബസ് ഉണ്ടല്ലോ, അതനുസരിച്ച് പഠിപ്പിച്ചു. അന്ന് സാറന്മാരെയൊക്കെ ഭയങ്കര ബഹുമാനമാണ്. അടിക്കുന്ന സാറന്മാരും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നെ അടിക്കാൻ പ്രത്യേക ഒരു സാറിനെ ഈ സമയത്തൊക്കെ ചേട്ടന്മാരൊക്കെ എത്ര പേരൊക്കെ പഠിച്ചു? ചേട്ടൻ ഞാൻ കുടുംബത്തിൽ രണ്ടാമത്തേന്. അത് കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തേത് എൻ്റെ പെങ്ങളാണ്. ഒരു പെങ്ങളെ ഉള്ളായിരുന്നു. ഒരു പെങ്ങളും ഞങ്ങൾ 5 ആണുങ്ങളും. അപ്പം പെങ്ങളെ അവിടുന്ന് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോഴത്തേനും എനിക്ക് 63 ജോലി കിട്ടിക്കഴിഞ്ഞ് പെങ്ങളെ അവിടെ കൊണ്ടുപോയി ജോലിക്കൊക്കെ ശ്രമിച്ചു. അപ്പം ഞാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ PO കോശി എന്ന് പറയുന്ന ആളിൻ്റെ ചെന്നിടാം, പെൺപിള്ളേരെ ഒന്ന് കാണാൻ കൊള്ളാമെന്ന്, പെൺപിള്ളേരെ ഒന്നും ജോലിക്കൊന്നും വിടണ്ട, നീ എവിടെയെങ്കിലും കല്യാണം ആലോചിക്കും, ഞാൻ കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ പിന്നെ അപ്പം കല്യാണത്തിന് ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ ചേട്ടത്തിയുടെ വീട്ടിൽ പോയപ്പം ചേട്ടത്തിയുടെ ഒരു മൂത്ത മോളെ കെട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനിയനെ ആർമിയിലുണ്ടായിരുന്നു. അദ്ദേഹം കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ അപ്പനെ കൊച്ചപ്പ എന്നാണ് വിളിക്കുന്നത്. കൊച്ചപ്പ, കുഞ്ഞുഞ്ഞമ്മയ്ക്ക് കല്യാണം വേറെ ആലോചിക്കരുത്, ഞാനിപ്പം ആർമിയിലെ ഈ ഫീൽഡ് വർക്കിലാണ്, 1 വർഷം കഴിയുമ്പോൾ ഞാൻ വരും, അന്നേരം അവിടെ കല്യാണം കഴിച്ചോളാമെന്നും പറഞ്ഞു. അറിയാവുന്ന ആള് തന്നെയാണ്. അറിയാവുന്ന എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളെ പുള്ളിയുടെ ചേട്ടനാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ജോഡിയായിരുന്നു, സെറ്റായിരുന്നു, നല്ല പൊരുത്തവും നല്ല കാണാൻ. ആ കാലത്ത് ആർമിയിലെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? കഷ്ടപ്പാടൊക്കെ ഉള്ളതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതോ കഷ്ടപ്പാട് ആർമിയിലെ ട്രെയിനിങ് കാലത്തൊക്കെ കുറച്ച് കഷ്ടമുണ്ട്. അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. ആ രീതിയിലേ പോകത്തുള്ളത്. എന്നിട്ട് ആ പെങ്ങളെ കെട്ടിച്ച് അവരങ്ങ് നോർത്ത് ഇന്ത്യയിലെ വല്ലതൊക്കെ പോയോ? അവർ നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് റിട്ടയർഡായി. അവസാനം ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായി. അപ്പം ബാംഗ്ലൂരിൽ വന്ന് പുള്ളിക്കാരന് ഞാൻ സ്ഥലമൊക്കെ മേടിച്ചു കൊടുത്തു, ചെറിയൊരു വീടുമൊക്കെ പണിത് കൊടുത്തു. അപ്പം നമ്മളോടുള്ള സ്നേഹത്തിന് പുള്ളിക്കാരൻ മാർത്തോമക്കാരനായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ചേർന്ന് അങ്ങനെ വന്നത്. അച്ഛന് ബാംഗ്ലൂർ എക്സാക്ട് ഏത് സ്ഥലത്തായിരുന്നു? ഈ ബാംഗ്ലൂരിൽ ഞാൻ ആനപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ ഒസൂർ റോഡിനോട് അടുത്തുള്ളതാണ്. എത്ര മൈൽ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എത്ര മൈൽ പോകേണ്ടി വരും? സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് 5 മൈൽ. അന്നൊക്കെ സൈക്കിളിലാണോ എങ്ങനെയാ പോകുന്നത്? ആദ്യം ഞാൻ സൈക്കിളായിരുന്നു, 10 വർഷം സൈക്കിളായിരുന്നു. അതായത് ജോലി കിട്ടി ആദ്യം ഒരു 2 വർഷം, 63 ജോലി കിട്ടി. 64 ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ഓരോ സൈക്കിള് തന്നു. അങ്ങനെ അന്ന് അതൊരു വലിയ ഇതായിരുന്നു. ആ സൈക്കിളിലായിരുന്നു 2000 ഇതുവരെ 10 വർഷം കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറൊക്കെ വാങ്ങിയത്. ഈ ബാംഗ്ലൂരിലെ ബോഷിലെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യും? എനിക്ക് അഡീഷണൽ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്. അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു അമ്മയുടെ ചേട്ടത്തിയുടെ ഒരു മോന് ജോലിയില്ലായിരുന്നു, അതിനൊരു കട തുടങ്ങി. ആ കട നടത്തിക്കൊണ്ടിരുന്നു ഞങ്ങൾ 2 പേരും. അത് പലചരക്കടയല്ല, ബീഡി സിഗരറ്റ്, ഇങ്ങനെ ചെറിയ ഐറ്റംസ്. നല്ല ബിസിനസ്സായിരുന്നു. നല്ല ഡബിൾ റോഡിൻ്റെ സെൻട്രലിലായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അവന് ഒരു ഗൾഫിലേക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ അവനങ്ങ് പോയി. പിന്നെ എൻ്റെ അനിയനെ കൊണ്ടുവന്ന് അവനെ ആക്കി. അത് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവനെ കല്യാണം കഴിച്ച് ഗൾഫിലൊക്കെ അവർ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് കടയിങ് നേരെ ഞാൻ അധികം പഠിച്ചിട്ടില്ല, എനിക്ക് വിദേശത്തെങ്ങും പോകാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കട കൊടുത്തേച്ച് ഞാൻ തിരിച്ച് വന്ന കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് മാറി. മനസ്സിലായി.
ഈ സമയത്തൊക്കെ പള്ളിയുമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആ എങ്ങനെയായിരുന്നു? പള്ളിയുമായിട്ട് അന്നും ഇന്നും നല്ല ബന്ധത്തിൽ തന്നെയാണ്. ആരംഭത്തിൽ തൊട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരാധനയും കാര്യങ്ങളും പള്ളിയുമായിട്ട് മുന്നേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണമെന്നാണല്ലോ. ഓർത്തഡോക്സ് സഭയിൽ തന്നെയാണ്. അതെ, ഓർത്തഡോക്സ് സഭയിൽ തന്നെ. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നില്ല അല്ലേ ഓർത്തഡോക്സുകാർ? ആ അവിടെ ഞങ്ങൾ പള്ളി ഞങ്ങളുടെ ആദ്യം കട്ടപ്പുറത്ത് പള്ളിയായിരുന്നു, പാലിക്കരയായിരുന്നു. പാലിക്കര കഴിഞ്ഞ് അവിടുന്ന് കട്ടപ്പുറത്ത് പള്ളി വന്നപ്പോൾ ഞങ്ങൾ അവിടോട്ട് മെമ്പേഴ്സായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കട്ടപ്പുറത്ത് നിന്ന് മുത്തൂറ്റ് പള്ളി ഉണ്ടായപ്പം മുത്തൂറ്റ് പള്ളിയിലേക്ക് ഞങ്ങൾ മാറി. ഇപ്പോൾ പെരുന്തുരുത്തിലൊരു പള്ളി പണിയാണ്. വന്നത് ഓക്കെ ഓക്കെ മറ്റേ പറഞ്ഞു. Uncle apple cider. ಹೌದು ಆಯುಸ್ಸು ಆರೋಗ್ಯ ದೇವರ ಅದು ಗ್ಯಾರಂಟಿ, ನಮ್ದೇನು ಇಲ್ಲ. Yeah, just meet and come. Please come. ದಿನೇಶ್ ಅಂತ ಹೆಸರು. ಅರಮನೆಗೆ ನೈದು ಸೊಗಸು. Thank you. Yeah. You also born and brought up in Bangalore? No, Chennai. ಚೆನ್ನೈ. Chennai. Ah, okay. Where Chennai? Mogappair. Okay. Okay. My son-in-law is from Chennai. Oh, really? Okay, okay. He works for Slumberjee. Are you engineering or medical? Engineering. Which branch? Industrial. Oh, okay. You medical line? Medical. BDS? No. MBBS? MBB. Oh, okay, okay. Oh, MD here. MD. Any specialization? Oncology. Okay, thank you. I was just taking some bites from uncle, you know.
Okay, you're taking videos of. Yeah, a little life story, you know. No, life story. Live story. Yeah. You're interviewing him. And sort of, yeah. You know, to make him known to other communities, you know, Yes. other Malayali people, you Yes. know. Here. He often come, his son-in-law is a father, no? Correct. Oh, correct. Yeah. Yes. Church priest, I Correct. believe, you know. Yes. Correct. No, you're doing a very ഒരു ദിവസം മുഞ്ചി അവർ Yeah, because I I will come my and father's time അപ്പോൾ never ಯಾರು did this. ಇರಲಿಲ್ಲ So this is ಯಾರು very ಇರುವಾಗ important. ಪರ್ಮಿಷನ್ And, ತಗೊಂಡು ಬಾ ಅಂತ ಹೇಳ್ತಾ ಇವರು I will come after talking to Sapna, we'll do a podcast, you know. No, No? don't worry. You don't want to? Until is important. You would like to come on my podcast? Okay, no problem. No, with Sapna we'll do something. Sapna and me together. Okay, അവൾ yeah. പറന്നു I'll Let come it with go. Sapna. Yes, yes. Until That's important enough. first. என்னை Sapna and me will do மறந்து Yeah, he sings a lot, huh? many போகாதே. Kannada songs. நான் Tamil song this is. போனாலே. Nice. ഞാൻ 1963 ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിൽ വന്നത് പോളച്ചിറയ്ക്കൽ P.O. കോശി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉടമസ്ഥൻ്റെ കെയർ ഓഫിലാണ്. അവരുടെ കൂടെ അവരുടെ ബേക്കറിയിലാണ് എൻ്റെ മൂത്ത സഹോദരൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കെയർ ഓഫിൽ ഞാനിവിടെ വന്നു. എന്നെ പുള്ളിക്കാരൻ്റെ മോനാണ് കുഞ്ഞുസാറെന്ന് പറയും, അദ്ദേഹമാണ് എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത്. അന്ന് ഞാൻ സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ P.O. കോശി എന്ന് പറയുന്ന അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ നിന്നെയൊക്കെ ജോലി കിട്ടിയില്ലയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഡ്രൈവർ രാമസ്വാമി എന്ന് പറയുന്ന ആൾ വന്ന് എന്നെ കാറെ കയറ്റി പുള്ളിക്കാരനും കൂടെ വന്ന് ആടുകോടിയിലുള്ള മൈക്കോ എന്നാണ് അതിന് പറയുന്നത്, മോട്ടോർ ഇൻഡസ്ട്രീസ് കമ്പനി. അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന കൊമേഴ്ഷ്യൽ ഡയറക്ടറായിരുന്ന D.N. ബാച്ചായുമായിട്ട് പുള്ളിക്കാരന് വളരെ സൗഹൃദമായിരുന്നു. ആ കമ്പനി തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ അവിടെ കോശിയുടെ സഹായത്താൽ അവിടെ ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കെയർ ഓഫിൽ എന്നെ പുള്ളിക്കാരൻ കൊണ്ടുപോയി അവിടെ ചെന്ന് D.N. ബാച്ചായോട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കാർഡ് മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് പറഞ്ഞ് വായിച്ച് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 63 മെയ് മാസം 21 ജോലിയിൽ പ്രവേശിച്ചു. എനിക്ക് കിട്ടിയത് ആദ്യം ഒരു ഹെൽപ്പർ പോസ്റ്റിലാണ് കിട്ടിയത്. പാർട്സ് എല്ലാം ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ് അവരുടെ മെയിൻ പ്രോഡക്റ്റ്. സ്പാർക്ക് പ്ലഗ്, അതിന് വേണ്ടിയ സകല സാധനങ്ങളും അവിടെ ഉണ്ടാക്കുന്നത്. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അവിടെ ആദ്യമൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈയെല്ലാം തൊലിയെല്ലാം പോയിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ജോലിയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടു. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വളരെ അഡ്ജസ്റ്റായി. പിന്നെ മൈക്കോയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനേക്കാളിലും അത്രമാത്രം, കാരണം ഞങ്ങൾക്ക് 2 നേരം ഞങ്ങൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ ആയത് കാരണം 2 സമയത്തും ഞങ്ങൾക്ക് പാല് തരുമായിരുന്നു. ഒരു ഷിഫ്റ്റിൽ ഒരു പ്രാവശ്യം പാല് ഫ്രീ ആയിട്ട് 1/2 ലിറ്റർ പാല് തരും. പിന്നെ ഭക്ഷണമെല്ലാം അവിടെ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ജോലി എത്ര കൂടുതലുണ്ടെന്ന വരിയിലും നമുക്കൊരു മുഷിലില്ലാതെ സ്വന്തം ഭവനത്തിനേക്കാളിലും നല്ല രീതിയിലാണ് ആ കമ്പനിയിൽ ഞാൻ 37 വർഷം ജോലി ചെയ്തത്. ഞാൻ ഗ്രൂപ്പ് ലീഡറായി. ഒരു 7 വർഷം കഴിഞ്ഞപ്പം ഞാൻ അവിടുന്ന് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു. അവിടെ 2-3 വർഷത്തിനുള്ളിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി ഗ്രൂപ്പ് ലീഡറായി. അപ്പം ഗ്രൂപ്പ് ലീഡർ ഓരോ ഷിഫ്റ്റിലും ഓരോ സെക്ഷനിലെ പണിക്ക് ഓരോരുത്തർ എൻ്റെ അണ്ടറിൽ ഒരു 8-10 പേര് കാണും.
അവരുടെ കാര്യങ്ങളും അവരുടെ പ്രൊഡക്ഷൻ എൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ 30 വർഷവും ആ പ്രൊഡക്ഷന്. പിന്നെ പ്രൊമോഷൻ എനിക്ക് അഡീഷണലായിട്ട് ഔട്ട്സൈഡിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഫർദർ പ്രൊമോഷനൊന്നും വേണ്ടിയിട്ട് ആഗ്രഹിച്ചില്ല. കാരണം ഫർദർ സൂപ്പർവൈസറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു പിന്നെ എൻ്റെ ചുറ്റുപാട് എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഞാനിവിടെ കൊണ്ടുവന്നു. എല്ലാവർക്കും സ്ഥലം മേടിച്ച് എല്ലാവർക്കും വലിയ വീട് കെട്ടിക്കൊടുത്തു. ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഇപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ ആദ്യം കേരള സമാജത്തിൽ പഠിച്ച് അത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷം കോട്ടയത്ത് പോയി തിയോളജി പഠിച്ചു. അത് കഴിഞ്ഞ് അച്ഛനായിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് CMC വെല്ലൂർ സെൻറ്റ് ലൂക്ക് ഓർത്തഡോക്സ് ചർച്ച് വെല്ലൂരായിരുന്നു ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. അവിടെ 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മലേഷ്യയിൽ പോയി. മലേഷ്യയിൽ 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് സിംഗപ്പൂരിൽ പോയപ്പോൾ ആദ്യത്തെ എൻ്റെ വിദേശ യാത്ര സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ അങ്ങനെ എൻ്റെ അമ്മയും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. അവിടെ 2 ആഴ്ച താമസിച്ചു. അങ്ങനെ ആദ്യത്തെ എൻ്റെ വിദേശ യാത്ര അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാക്ടറി ഒരു സ്വന്തം വീടിനേക്കാളിലും നല്ല രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജോലി ഒരുപാടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്കാണ്, വളരെ ടൈറ്റായിട്ട്. പിന്നെ ഞാൻ പ്രൊമോഷനായി ഗ്രൂപ്പ് ലീഡർ ആയതിനു ശേഷം എനിക്ക് കൂടുതൽ മാനുവൽ വർക്കൊന്നും എനിക്കില്ല. പ്രൊഡക്ഷൻ എൻട്രി, അലോട്ട്മെൻ്റ് ഓഫ് വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ. പിന്നെ മേലോട്ട് പ്രൊമോഷനൊന്നും ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തത് സൂപ്പർവൈസർ പോസ്റ്റാണ്, പിന്നെ ഫോർമൻ പോസ്റ്റാണ്. ആ പോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലത്തെ ജോലിക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഷിഫ്റ്റില്ല ഞങ്ങൾക്കപ്പം. പ്രൊമോഷനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജനറൽ ഷിഫ്റ്റ് ആയിരിക്കും. രാവിലെ പോയാൽ വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. അതുകൊണ്ട് മറ്റു പരിപാടികളൊന്നും നടക്കത്തില്ല. ഇതിനിടയിൽ എൻ്റെ സഹോദരിയെ ഇവിടെ കൊണ്ടുവന്ന് സഹോദരിയുടെ വിവാഹം നടത്തി. അത് കഴിഞ്ഞ് നാട്ടിലെ സ്ഥലം മേടിച്ചു. നാട്ടിലെ 12,800 റുപ്പീസ് കൊടുത്ത് മേടിച്ച സ്ഥലം ഞാൻ ഈ അടുത്തിടെ 2 വർഷം മുന്നേ വിറ്റപ്പോൾ 3,74,00,000 രൂപയ്ക്കാണ് അത് വിറ്റത്. അത് വിറ്റതെന്ന് പറഞ്ഞാൽ നോക്കാൻ ആരുമില്ല. എനിക്കൊരു ഒരു മോള് 3 മക്കളെ കല്യാണം കഴിച്ചത് ഒരു ഗവൺമെൻറ് സ്റ്റാഫ് നേഴ്സിനെയാണ് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരത്തി തൊടുപുഴയാണ്, കത്തോലിക്ക സഭയിൽ നിന്നാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരത്തി വളരെ നല്ല സ്വഭാവവും നല്ല സ്നേഹവും നല്ല ബഹുമാനവും ഉള്ള ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ കൂടെ കഴിഞ്ഞു. പുള്ളിക്കാരത്തി 1970-ലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് കഴിഞ്ഞ് സഹോദരങ്ങൾക്കെല്ലാം ഞാൻ സ്ഥലം മേടിച്ച് വീടുമെല്ലാം കെട്ടിക്കൊടുത്തു. നമാശിമ എന്നൊരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. കിട്ടുന്ന കാശിൻ്റെ കൊണ്ടുത്തരും. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തും. പിന്നെ മറ്റു തരത്തിലുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും 6 സഹോദരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയ എല്ലാ സ്ഥലവും എല്ലാം മേടിച്ചു കൊടുത്തു. അതിൽ അച്ഛന് എനിക്ക് പൈസയെല്ലാം തന്നു, പെങ്ങളുടെ ഭർത്താവും തന്നു. പകുതി സ്ഥലത്തിൻ്റെ പകുതി ഞാൻ പെങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 3 മക്കൾക്ക് വേണ്ടിയിട്ട് 3 വീട്, നാട്ടിലൊരു വീട്, പിന്നെ ബാംഗ്ലൂരിൽ 2 വീടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നാട്ടിലെ എല്ലാം വിറ്റു. അത് കഴിഞ്ഞിപ്പം വേറൊരു വീടുണ്ടായിരുന്നു, അതും വിറ്റു. ഇനിയിപ്പം താമസിക്കുന്ന ഒരു വീട് മാത്രമേ ഉള്ളൂ. അത് മോൻ്റെ പേരിലാക്കി കൊടുത്താൽ എൻ്റെ ജോലി കഴിയും. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ 20ാമത്തെ വിദേശയാത്രയാണ് ഇവിടെ. അങ്ങനെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പം അവാന്തി പബ്ലിക്കേഷനാണ് എൻ്റെ ബുക്സുകളിൽ. ഞാൻ 8 പുസ്തകം എഴുതി കൊടുത്ത് കഴിഞ്ഞ് 7 എണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട്. 8ാമത്തേത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം എഴുതാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലിരിക്കുന്നു. പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഏതായാലും ഇത്രയാണ് എൻ്റെ ബയോഡാറ്റ. അച്ഛൻ ഹ്യൂസ്റ്റണിൽ ഇപ്പം എന്നാണ് വന്നത്? ഇപ്പം ഈ ട്രിപ്പിൽ എന്നാണ് വന്നത്? 3 മാസം. 11-ാം തീയതി.
11 ഡിസംബർ 11-നോ? ഓ, ഒരു മാസം ആകുന്നില്ല. ആയില്ല. ആ, ഓക്കെ. ഇതിനു മുമ്പൊക്കെ വരുമ്പോൾ എത്ര നാളൊക്കെ താമസിക്കാറുണ്ട്? ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ 6 മാസം നിന്നിട്ടാ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വൈഫ് മരിച്ചതിന് ശേഷം അധികം നാൾ നിൽക്കത്തില്ല. കാരണം വീട്ടിലെ എൻ്റെ വീട് ബാംഗ്ലൂരുള്ള അല്ലേ? വീട്ടിലെ 1st ഫ്ലോറും 2nd ഫ്ലോറും സൈഡിലെല്ലാം വീടുണ്ട്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒത്തിരി നാൾ മാറി നിൽക്കാൻ പറ്റും. മനസ്സിലായി. അങ്ങനെ പിന്നെ ബാംഗ്ലൂർ സിറ്റി താമസിച്ചു, നാട്ടിലും താമസിച്ചു കുറച്ച് നാളെ ചെറുപ്പത്തിലൊക്കെ. എവിടെയാണ് ജീവിക്കാൻ നമുക്ക് മെച്ചപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ളത്? ജീവിത സാഹചര്യം കൊണ്ടും ബുദ്ധിമുട്ടുകളില്ലാതെ ബാംഗ്ലൂരാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ നാട്ടില് എന്താ കുഴപ്പമെന്ന്, ഞാൻ നാട്ടിലെ സ്ഥലമൊക്കെ അവിടെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലൊക്കെ പണിയണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ എന്നാന്ന് പറഞ്ഞാൽ അവിടെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സാധനം ഇറക്കി കഴിഞ്ഞ് ഞാൻ ഇപ്പം 3 പ്രാവശ്യം എൻ്റെ വീടൊക്കെ പണിയുമ്പോൾ എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നാളെ കൊണ്ടുപോയാൽ ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അപ്പൻ്റെ കാലം തൊട്ടുള്ള ആൾക്കാർ, പഴയ ആൾക്കാരെല്ലാം നമുക്കൊരു ബഹുമാനമുള്ളതുകൊണ്ട് നമുക്ക് എതിരായിട്ടൊന്നും പറയത്തില്ല. എന്നാലും അവിടുത്തെ രീതിക്ക് അവിടെ എത്രയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ അവിടെ പോയി ചെയ്തേച്ച് അവിടെ നിന്ന് കെട്ടി എടുത്തുകൊണ്ട് പോരും. കാരണം അവിടെ യാതൊന്നും ചെയ്യാൻ നല്ലൊരു നാട് നശിപ്പിച്ച് ആ രീതിയിലാക്കി കമ്മ്യൂണിസ്റ്റുകാർ. വേല ചെയ്യാതെ കാശുണ്ടാക്കുന്ന മാർഗങ്ങളെല്ലാം അവരെ അന്വേഷിക്കുക. ഗൾഫിലും പൈസ ഇട്ട് ഇറങ്ങുന്ന പരിപാടി ആയിപ്പോയി അല്ലെ? എല്ലാം ബ്ലേഡിന്റെ പരിപാടിയാണ്. എഴുത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരുപാട്, ഞാൻ ഈ 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ കൂടുതലും ഈ കവിതകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. മലയാളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളം ലാംഗ്വേജാണ്. അത് പഠിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ വളർന്നത്. മലയാളം എൻ്റെ ഭാഷ, എല്ലാ പാട്ടുകളും അതെല്ലാം പാട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് പദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പഠിക്കും. വള്ളത്തോളിൻ്റെ കവിതകൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് തല വേണം അങ്ങേക്കു മുക്തിക്കെങ്കിൽ അന്യുന പവാതങ്ക വിസണെ കൊല്ലാനെങ്കിൽ എന്നോടായി അതു ചൊല്ലാൻ ഇത്രയും സങ്കോചമോ ധന്യനാം നദീ ജിതൻ നാട്ടുകാരല്ലോ നാം. അങ്ങനെ ഈ കവിത ഞങ്ങളുടെ ഒരു കല്ലൂപ്പാറ നാരായണൻ നമ്പൂരി സാറ് ഹൈസ്കൂളിൽ കയറുമ്പോൾ ആദ്യത്തെ ക്ലാസ് എടുക്കുമ്പോൾ പുള്ളി പാടിയ പാട്ടാണ്. അന്ന് തൊട്ടാണ് ഈ പാട്ടിനോടുള്ള കമ്പം കയറിയത്. അങ്ങനെ പിന്നെ എല്ലാ പാട്ടുകളും, സിനിമാ പാട്ടുകളും ഹിന്ദി പാട്ടുകളും എല്ലാം ഞാനിങ്ങനെ പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഫാക്ടറിയിൽ എനിക്ക് കൂടുതൽ 7 വർഷം ഞാൻ പ്രൊഡക്ഷൻ ലൈനിൽ ജോലി ചെയ്തുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ സൂപ്പർവൈസറായിട്ടിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ജോലിയില്ല. അവർക്ക് അലോട്ട്മെൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഹാർഡ് വർക്കൊന്നുമില്ല. പിന്നെ വെളിക്കാൻ എനിക്ക് ഹാർഡ് വർക്ക് കൂടുതലുള്ളത്. ഓർമ്മയിലുള്ള ഒരു ഹിന്ദി പാട്ട് ഏതായിരിക്കും? नीले गगन के तले धरती का प्यार उबले ऐसा ही जग में आती है सुबह ऐसा ही शाम दले नीले गगन के तले धरती का प्यार उबले बलकाती बोले फुलाए बिखरे दोनों की हाथ बले नीले गगन के तले धरती का प्यार उबले मर्ती में खेले पेड़ों से मिल के गले नीले गगन के तले धरती का प्यार उबले नदियों का पानी दरिया से मिल के सागर की ओर चले
नीले गगन के तले धरती का प्यार भले, नीले गगन के तले धरती का प्यार भले. താങ്ക് യു അച്ഛാ. ഇംഗ്ലീഷ് പാട്ട് വേണോ? ഇംഗ്ലീഷ് കന്നഡ വരണം. ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ഇങ്ങനെ I wandered lonely as a cloud that floats on over vales and hills, when all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze, continuous as the stars that shine and twinkle on the Milky Way, they structured in never-ending line along the margin of a bay. 10,000 saw I at a glance, tossing their earth in quietly dance. താങ്ക് യു. ഇനി ഒരു കന്നഡ പാട്ടിന്റെ ഒരു രണ്ട് കന്നഡ പാട്ട് പാടാം. സൂര്യങ്ക് ചന്ദ്രങ്ക് ബന്ധാര മുനസു നഗതാഗി പൂതായി മനസ്സു, രാജങ്കു റാണിക്കു മുറുതോരു മനസ്സ്, അരമനയ്ക്ക് നെയ്തു സോഗസു. താങ്ക് യു. ആ ലാസ്റ്റ് ലൈനിന്റെ മീനിങ് എന്തായിരുന്നു വെച്ചാൽ? രാജങ്ക് റാണിക്കു മുറുതോരു മനസ്സ്, അരമനയ്ക്ക് നെയ്തു സോഗസു. രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചാലും സാധാരണ ജനങ്ങളുടെ കൂടെ കഴിയുന്നതിൻ്റെ അത്രയും വരത്തില്ലെന്നുള്ള രീതിയിലുള്ളത്. ശരി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പറന്നു പോണാളി என்னை மறந்து போவாதே, நான் பார்க்கும்போது கண்களுரண்டை கவர்ந்து போனாளே, அவள் பறந்து போனாளே, என்னை மறந்து போவாதே, நான் பார்க்கும்போது കൺകളിരണ്ടേ കവർന്നു പോണാളേ. താങ്ക് യു. തെലുങ്ക് അറിയാമോ? ഇല്ല. അമേരിക്കയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മീയ ലൈനിലേക്ക് വരുന്നില്ല. അത് നമ്മൾ കഷ്ടപ്പെട്ടു, നമ്മൾ ജോലി ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഉള്ള ഒരു ഇതാണ് ഇവിടുത്തെ ലൈഫ്. നാട്ടിലെ രീതിയിൽ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടിരിക്കുന്ന കണ്ടു വളർന്ന് അതനുസരിച്ച് ജീവിച്ചിരിക്കുന്ന അവർക്ക് ആ ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ ലോകത്തിലെല്ലാം ആയി എന്നുള്ള ഒരു ചിന്താഗതി, അങ്ങനെയുള്ള ഒരു ലോകമാണിത്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്ത് വേണേലും ചെയ്യാം, ഇപ്പം കൈ കാശുണ്ട് ജീവിക്കാം എന്നുള്ള ഒരു ടെൻഡൻസിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ലോകമാണിത്. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം വെറും പോഷത്തരങ്ങളാണ്. അമേരിക്കയിലെ കൂടുതലും ലേഡീസ് ആണ് വർക്ക് ചെയ്യുന്നത്, ജെൻസും വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പ്രൊഫഷനിലുള്ളവരുണ്ട്. പക്ഷെ ആവറേജ് അച്ഛൻ കണ്ട ആണുങ്ങളുടെ രീതി എന്താണ്? ആർ ദേ ഹാപ്പി, കണ്ടന്റഡ് അങ്ങനൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്തു പറയും? ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള ആ റിലേഷനുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇത് ഇവർക്കില്ല. അവർക്ക് അവരുടെ 10-18 വയസ്സായി അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു, അങ്ങനെയുള്ളൂ. ദൈവത്തിനൊന്നും അത്ര ഒരു വലിയ സ്ഥാനം കൊടുക്കുന്ന കൈ കാശുണ്ടേ ജീവിക്കാം, കാശില്ലേ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ടെൻഡൻസിയിലേക്ക്. പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭസ്മീകരിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അച്ഛൻ്റെ പേരും വീട്ടുപേരും ഒന്നുകൂടെ ഒന്ന് പറയാമോ?
എൻ്റെ പേര് PC വർഗീസ്. അനിയൻ എന്നാണ് വിളിക്കുന്നത്. എഴുത്തിലെ എഴുത്തുകാര് അനിയൻ പെരുന്തിരുത്തി എന്നാണ് പറയുന്നത്. പുത്തുപറമ്പിലാണ്. എൻ്റെ അപ്പൻ്റെ പേര് PA ചാണ്ടി, അമ്മയുടെ പേര് സാറാമ്മ ചാണ്ടി. പുത്തുപറമ്പിൽ, അതാണ് ഞങ്ങളുടെ വീട്ടുപേര്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കാണാമേ. 7 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. 8ാമത്തെ പുസ്തകം എഴുതി കൊടുത്തിട്ടുണ്ട്, അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് എൻ്റെ ജീവചരിത്രം. കാരണം അവാന്തി പബ്ലിക്കേഷനാണ് എൻ്റെ ബുക്കുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു. ദൈവം ആയുസ്സും ആരോഗ്യം തന്നെങ്കിൽ അത് പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് പിന്നെ എഴുതാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു അച്ഛാ. എഴുതണം, അച്ഛൻ എഴുതണം.